അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഡിജിറ്റൽ പഠനം, സാധ്യതകളുടെ ലോകം, ആശങ്കകളുടെ ആഴം എന്ന വിഷയത്തെ ആധാരമാക്കി സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഡിജിറ്റൽ പഠനം ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ഫോണുകൾ, AI ആപ്പുകൾ ഇതെല്ലാം ചേർന്ന് ഇന്നത്തെ വിദ്യാർത്ഥി ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചാൽ ഒരിക്കലും നമുക്ക് തെറ്റാകില്ല. അതായത്, ഒരു അറിവ് വിരൽ തുമ്പിൽ എത്തി നിൽക്കുന്ന കാലം. ഒരു കൊച്ചു ഗ്രാമത്തിലെ കുട്ടി തന്നെ മൊബൈൽ ഫോണിലൂടെ ലോകത്തിന്റെ അറിവ് തുറക്കുന്നു. ഹിമാലയത്തിന്റെ മഞ്ഞുപാളികളിൽ നിന്ന് സഹാറയുടെ മണൽക്കാറ്റിലേക്ക് ഒരൊറ്റ ക്ലിക്കിൽ അവൻ യാത്ര ചെയ്യുന്നു. അതെ, ഇത് തന്നെയാണ് ഡിജിറ്റൽ പഠനത്തിന്റെ മാന്ത്രിക ലോകം. ഡിജിറ്റൽ പഠനം ഒരു വിപ്ലവമാണ്. AI അധിഷ്ഠിത ട്യൂട്ടോറിംഗ്, ഗൂഗിൾ ക്ലാസ് റൂം, ഓൺലൈൻ ക്ലാസുകൾ ഇവയെല്ലാം അറിവിന്റെ ഗേറ്റുകൾ തുറന്നിട്ടു. കോവിഡ് കാലത്ത് ലോകം നിന്നപ്പോൾ ഡിജിറ്റൽ വിദ്യാഭ്യാസം നടന്നു. കേരളത്തിൽ സമഗ്ര ശിക്ഷ കേരളയുടെ കൈറ്റ് വിക്കേഴ്സ് പദ്ധതി 45 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഹൈടെക് വിദ്യാഭ്യാസം നൽകി. മാത്രമല്ല, ഒരു കർഷക തൊഴിലാളിയുടെ മകൾ യൂട്യൂബിൽ നിന്ന് കോഡിംഗ് പഠിച്ച് ഗൂഗിളിൽ ജോലി നേടി. ഇത് തന്നെയാണ് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ ശക്തി. പക്ഷേ മറ്റൊരു തരത്തിലും നമുക്കിതിനെ ചിന്തിക്കാനാകും. അതായത്, ഇത് വെറും ഒരു സാങ്കേതിക വിദ്യയല്ല, മറിച്ച് ഒരു സാമൂഹിക നീതിയുടെ ഉപകരണമാണ്. ഇനി പെൺകുട്ടികൾ, ഗ്രാമീണ വിദ്യാർത്ഥികൾ, വികലാംഗർ, ഇവർക്കെല്ലാം ഇനി വിദ്യാഭ്യാസം സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണ്. അതായത്, ഇവർക്ക് ഏത് സമയത്തും ഏത് രീതിയിലും എങ്ങനെയും എവിടെയും ഇരുന്ന് സ്വസ്ഥമായി പഠിക്കാൻ ഈ ഡിജിറ്റൽ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാകില്ല. മറ്റൊരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, അധികാരവാദികളുടെ മേശയിൽ നിന്ന് സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് അറിവിനെ എടുത്തുകൊണ്ടുവരുന്ന ഒരു മഹത്തായ ജനാധിപത്യ വൽക്കരണമാണ് ഡിജിറ്റൽ പഠനം എന്നുള്ളത്. ഇന്ന് ഒരു വിദ്യാർത്ഥി ആഗ്രഹിക്കുന്ന സമയത്ത് അവന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവന് പഠിക്കാൻ സാധിക്കുന്ന ഒരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് റെവല്യൂഷന്റെ നടുവിലാണ് നാം നിലകൊള്ളുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോ, ടീച്ചർ ഇല്ലെങ്കിലും നമുക്ക് പഠനം ഒരു തടസ്സമാകുന്നില്ല. വീട്ടിൽ നിന്നുകൊണ്ട് വരെ ലോകത്തെത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രൊഫസർ അവന്റെ സ്ക്രീനിൽ തെളിയുന്നു. യൂട്യൂബ്, ഗൂഗിൾ ക്ലാസ് റൂമുകളിലൂടെ ലോകത്തെത്തിയിട്ടുള്ള ഏറ്റവും പ്രൊഫസറിന്റെ അളവുകൾ അവന് നേടാൻ സാധിക്കുന്നു. ഇത് ഡിജിറ്റൽ പഠനത്തിന്റെ ശക്തികളാണ്. പക്ഷേ ഈ വെളിച്ചമായ വഴിയിൽ നിഴലുകൾ പതിയുന്നുണ്ട്. അതായത്, ഇന്റർനെറ്റ് ഇല്ലാത്തവർ, സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർ, വൈദ്യുതി ഇല്ലാത്തവർ, കേരളത്തിൽ പോലും 20% കുട്ടികൾക്ക് ഈ ഡിജിറ്റൽ പഠനം ഒരു ലക്ഷ്വറിയാണ്. ഇതോടെ തീരുന്നില്ല. മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം ഇതൊക്കെ മറ്റൊരു പ്രതിസന്ധി കൂടിയാണ്. കാരണം WHO കണക്ക് പ്രകാരം 1.2 ബില്യൺ കുട്ടികളാണ് ലോകത്തിൽ ഡിജിറ്റൽ ഓവർലോഡിൽ അകപ്പെട്ടു പോകുന്നത്. ഒരു പാഠം പഠിക്കാൻ വേണ്ടി എടുക്കുമ്പോ വാട്സപ്പിംഗ്, ഇൻസ്റ്റഗ്രാം റീൽ, അങ്ങനെ പല ചിന്തകളിലേക്ക് കുട്ടികൾ വഴുതി പോകുന്നു. ഒരു കാര്യം പറയട്ടെ, ഡിജിറ്റൽ യുഗം വിറ്റഴിക്കുന്നത് അറ്റൻഷനാണ്. ഡിജിറ്റൽ പഠനം ഒരു മസിലാണെങ്കിൽ ഇന്ന് നാം അതിനെ ക്ഷയിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റാകില്ല എന്ന് തന്നെ വേണം പറയാൻ. തീർന്നില്ല. ഇങ്ങനെ ഡിജിറ്റൽ പഠനത്തെ അതിനിയന്ത്രണമായി ഉപയോഗിക്കുന്നത് കാരണം പല പ്രതിസന്ധികളും നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ഡിജിറ്റൽ പഠനം അത് നിയന്ത്രിതമായും മിതമായും ഉപയോഗിക്കുമ്പോൾ മാത്രമേ മനുഷ്യൻ സത്യത്തിൽ പഠിച്ചവനാകൂ. ബഹുമാനപ്പെട്ട ഇസ്ലാമിക പണ്ഡിതൻ ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അറിവ് വെളിച്ചമാണ്. പക്ഷേ അതിനെ അറിയേണ്ട രീതിയിൽ അറിയുമ്പോഴും ജീവിതത്തിൽ പകർത്തുമ്പോഴും മാത്രമാണ് അത് പൂർണ്ണമാകുന്നത്. ഇന്ന് ഇങ്ങനെ പല ആശങ്കകളും ഈ ലോകത്ത് നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ പല ക്ലാസുകളും, അതായത് സ്കൂളുകളിൽ കൗൺസിലിംഗ് ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കണം. സ്ക്രീൻ സമയം നിയന്ത്രിക്കുന്നതിന് മാതാപിതാക്കളും അധ്യാപകരും മാതൃകയാകണം. ഇന്റർനെറ്റ് ഇല്ലാത്തവർക്ക് സർക്കാർ, NGO-കൾ, കോർപ്പറേറ്റുകൾ
നെറ്റുകൾ, ഇന്റർനെറ്റ് സൗകര്യമായി നൽകണം എന്നും നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഈ ഡിജിറ്റൽ പഠനം ഒരു വാതിൽപ്പടിയാണ്. അത് വെറും ഒരു ഭാവിയിലേക്കുള്ള വഴി മാത്രമല്ല, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെ അവസാനിക്കണമെന്നും ഈ ഡിജിറ്റൽ പഠനത്തിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അത് അനിയന്ത്രിതമായി ഉപയോഗിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഹൃദാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.